എല്ലാവർക്കും നമസ്കാരം. ഗുഡ് വിൽ പാചകത്തിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ചുട്ടിടിച്ച ചെമ്മീൻ ചമ്മന്തി ആയാലോ? നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? നമ്മൾ 25 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ 4-5 അല്ലി വെളുത്തുള്ളി തോല് കളയാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് കറിവേപ്പില നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു 5-6 പീസ് ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, അരമുറി തേങ്ങ നമ്മൾ ചിരണ്ടിയതാണ്, കാശ്മീരി ചില്ലിപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്, ലൈറ്റായിട്ട് നമ്മൾ ഫിഷ് മസാല ആഡ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതിലേക്ക് ലൈറ്റായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ ആഡ് ചെയ്യാത്തവർക്ക് വേണ്ട, ഞാനിത് ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 5-6 പീസ് വെളുത്തുള്ളി തോല് കളയാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുകയാണ്. എണ്ണയ്ക്കകത്തും ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കാനുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ചെമ്മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ ചേർക്കണം, നല്ലതാണ് ഗ്യാസിനൊക്കെ. അപ്പോൾ ഏകദേശം വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീനൊന്ന് ചുട്ടെടുക്കാം. എണ്ണയ്ക്കകത്തേക്ക് വന്നപ്പോഴേക്കും തന്നെ ചെമ്മീൻ്റെ ഫ്ലേവർ വന്നു തുടങ്ങി മണം. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ അടുത്ത് ആഡ് ചെയ്യുന്നതാണ് കറിവേപ്പില. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്യുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഹോട്ടായി കഴിയുമ്പോഴേക്കും അത് ഏകദേശം വരുന്നു ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യുകയാണ്. ആ ചുവന്നുള്ളി ചെന്നപ്പോഴേക്കും അടിപൊളി ഫ്ലേവർ തന്നെ. നല്ല ഉച്ചയ്ക്ക് നല്ല ചോറിൻ്റെ കൂടെ നല്ല ചമ്മന്തി നല്ല കൂട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഇതിലും വേറെ ഒരു കറിയും വേണ്ട. ചെമ്മീൻ ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നതാണ് അടുത്തത് തേങ്ങ. തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിനെ ജസ്റ്റ് ഒന്ന് ഒത്തിരി മൂപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാൻ പാകത്തിനാണ്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ജസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നതാണ് കാശ്മീരി ചില്ലിപ്പൊടി. ജസ്റ്റ് കളറിനും ജസ്റ്റ് എരിവിനും വേണ്ടിയിട്ടാണ്. എരിവിന് നമ്മൾ ഓൾറെഡി വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അത് മതിയാവും. പിന്നെ ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇടും. പിന്നെ ഫിഷ് മസാല അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ജസ്റ്റ് ഫ്ലേവറിനും അതിൻ്റെ കൂടെ ഫിഷ് മസാലയുടെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെമ്മീൻ ചമ്മന്തിക്ക്. അത് നമ്മളൊരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഡ്രൈ ആക്കി എടുക്കാം. പെരണ്ട് വന്നു കഴിഞ്ഞാൽ മിക്സിക്കകത്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് പൊടിച്ചെടുക്കാം. ലൈറ്റായിട്ട് ചൂടാറിയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ലതായിട്ട് നല്ല സെറ്റപ്പായിട്ട് ഇരിക്കും. ചൂടോടെ പൊടിക്കും കണ്ടമാനം പെട്ടെന്ന് നമ്മൾ ചൂടോടെ പൊടിക്കുമ്പോൾ എന്നാ കുഴപ്പമെന്ന് പറഞ്ഞാൽ അരഞ്ഞു പോകും. ഒരു വൃത്തിയായിട്ടൊരു പൊടിയായിട്ട് കിട്ടിയാൽ പൊടിക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് ഇതിനെ ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചുട്ടിടിച്ച ചെമ്മീൻ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. അടിപൊളിയാണ്. ചൂടൻ ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ചമ്മന്തി കൂട്ടി അടിക്കാൻ അടിപൊളിയാണ്. ചുട്ട ചെമ്മീൻ ചമ്മന്തി റെഡിയാണ്. ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കിയാലോ? നമ്മുടെ നാടനായിട്ട് ചോറ് ഇങ്ങനെ ഉരുള ഉണ്ടാക്കിയിട്ട് വായിലേക്ക് വെക്കണം. സൂപ്പർ. ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ആ ചോറിനകത്തേക്ക് ഇട്ട് കുഴയ്ക്കുമ്പോൾ അടിപൊളിയായിട്ട് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ചുട്ടിടിച്ച ചെമ്മീൻ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ അടുത്ത ഐറ്റമായി വീണ്ടും കാണാവുന്നതാണ്. ബൈ.